ഇമോഷണൽ ഈറ്റിങ്ങിൻ്റെ പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണൽ ഈറ്റിംഗ് മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, ഇമോഷണൽ ന്യൂട്രീഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പലപ്പോഴും വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചിലർക്കുണ്ട് കൂടുതൽ ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് സാലഡ് പോലെ എന്തെങ്കിലും സെലക്ട് ചെയ്യുക, ഒരു നെല്ലിക്ക വായിലിടുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് അത് ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹം എന്തായാലും അവർക്ക് വരും, കൂടുതൽ കഴിക്കാനായിട്ട്. അങ്ങനെ അത് അറിഞ്ഞുകൊണ്ടല്ല, വിശപ്പുണ്ടായിട്ടല്ല അവരത് കഴിക്കുന്നത്, അത് ആ ഇമോഷൻ്റെ ഭാഗമായിട്ട് കഴിച്ച് പോകുന്നതാണ്. അപ്പോൾ കാലറി കുറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കഴിക്കുന്നതാണ് അങ്ങനെ കഴിക്കുന്നവർക്ക് നല്ലത്. അതോടൊപ്പം നാരങ്ങ വെള്ളം, സംഭാരമൊക്കെ ആയിട്ട് കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്രേവിങ്ങിനെ കുറയ്ക്കാനായിട്ട് ഇങ്ങനെയൊരു ഇമോഷണൽ ഈറ്റിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതോടൊപ്പം പിന്നൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മളുടെ മെയിനായിട്ട് ഫുഡ് ടൈപ്പ് പോലെ തന്നെ അതേപോലെ തന്നെ പ്രധാന ഫുഡ് ടൈമിങ്. പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് ജീവിതശൈലി രോഗമുള്ളവർ ശ്രദ്ധിക്കണം. ടൈമിങ്, ഫുഡിൻ്റെ ടൈമിങ് വളരെ ഫുഡ് ടൈപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ഒരു വൈകി എണീറ്റ് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുക, അങ്ങനെയൊക്കെയുള്ളവർ ഒരുപാട് ഞാൻ കാണാറുണ്ട്. അങ്ങനെ ഒരു ജേണിയിലേക്ക് നിങ്ങൾ പോകരുത്. കൃത്യമായിട്ടുള്ള സമയത്ത് രാവിലെ ഒരു 8-8 ആകുമ്പോഴത്തേക്കെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു മിഡ് ടൈം എന്ന് പറയുന്നത് 10-11:30 സമയമാണ്. ആ സമയത്ത് ചെറിയ ലഘു കടിയായിട്ട് കഴിക്കണം. അതോടൊപ്പം ഒരു ഉച്ചഭക്ഷണം ഒരു 12 to 1:30 കഴിക്കാനായിട്ട് നോക്കുക. അതേപോലെ ഈവനിങ് ടീ കഴിക്കുന്നത് ഒരു 3:30 to 4:30 എങ്കിലും കഴിക്കണം. അതുപോലെ 6 മണിക്ക് വരെ ചെറുതായിട്ട് വെജിറ്റബിൾ സൂപ്പോ, അത് വീട്ടിലുള്ളവർക്ക് അതിനനുസരിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ലിക്വിഡായിട്ട് എന്തെങ്കിലും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഡിന്നർ ടൈം ഒരു 7-7:30 കഴിച്ച് കഴിയാനാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈം മാക്സിമം 8:30. ചിലർ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ താമസിക്കുന്നുണ്ടാവും. ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഉറക്കത്തിന് 3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ച് കഴിയണമെന്നാണ് പറയുക. അപ്പോൾ ആ ഡൈജഷനൊക്കെ പൂർത്തിയായിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു രീതി ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഷുഗർ ബാലൻസ് ചെയ്യാൻ, അത് ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുള്ള പാലാവാം, കൊഴുപ്പ് നല്ലോണം മാറ്റിയിട്ടുള്ള പാൽ ഉപയോഗിച്ചാലും മതി. കിടക്കുന്നതിന് മുമ്പ് ചെറു ചൂടോടുകൂടിയുള്ള പാല് കഴിക്കുന്നത് വളരെയധികം ഷുഗർ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ വല്ലാതെ കൂടാതെയും കുറയാതെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഉപയോഗപ്പെടുന്നുണ്ടാവും. ഞാനൊരു ജസ്റ്റ് ചെറിയൊരു സ്റ്റോറി ഞാൻ പറയാം. എൻ്റെ ഇവിടെ വന്നൊരമ്മ പലപ്പോഴും നമ്മൾ അരിഭക്ഷണത്തിനെ പേടിച്ചിട്ട് നമ്മൾ പറയുന്ന പല ഡോക്ടേഴ്സും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അരിഭക്ഷണം ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ട്. ഈ അമ്മ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിഭക്ഷണം ഒഴിവാക്കി പൊറോട്ട വാങ്ങിച്ച് കഴിക്കുന്ന ശീലമായിരുന്നു കൊണ്ടുവന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഷുഗർ വല്ലാതെ കൂടിയിരിക്കുന്നു, 410 ഉണ്ട് ഷുഗർ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഷുഗർ. അപ്പോൾ ഞാൻ PPBS നോക്കിയപ്പോൾ ഇത്രയും കൂടാൻ എന്താണ് കാരണം? അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ഭക്ഷണമാണ് അമ്മ കഴിച്ചതെന്ന് ചോദിച്ച സമയത്ത് അമ്മ പറഞ്ഞത്, അരിഭക്ഷണം ഞാൻ തൊടുന്നേ ഇല്ല മാഡം, ഞാനിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിഭക്ഷണം തീർത്തും ഒഴിവാക്കിയിരിക്കുകയാണ്. ഞാൻ തലേ ദിവസം തന്നെ പൊറോട്ട ഞാൻ വാങ്ങിച്ചു വയ്ക്കും, എന്നിട്ട് അത് ചൂടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ അരിഭക്ഷണം ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോതമ്പ് അല്ലെങ്കിൽ മൈദ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കൂടുക തന്നെയാണ് ചെയ്യണം. അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് ഡാൽഡ ഇട്ടിട്ടാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷുഗർ ഹൈ ആവുകയാണ് ചെയ്യുക. നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഫുഡുകളും കഴിച്ചുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാം. ഈ ജേണിയിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കുക. ഞാൻ ഒരു ഡയബറ്റിക് ഫ്രീഡം കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹെൽത്തി ലിവിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വാട്സപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.